ദൈവം നമ്മുടെ ലോകത്തെ സ്നേഹിക്കുന്നു. അവൻ നിങ്ങളെ വളരെയധികം സ്നേഹിക്കുന്നു. സമാധാനം കൊണ്ടുവരാൻ തന്റെ പുത്രനെ കുരിശിൽ മരിക്കാൻ നൽകാൻ അവൻ അനുവദിച്ചു. ബൈബിൾ 3 തരത്തിലുള്ള സമാധാനം പഠിപ്പിക്കുന്നു. ഒന്നാമതായി, ദൈവവുമായി സമാധാനമുണ്ട്. അതിനാൽ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടതിനാൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലൂടെ നമുക്ക് ദൈവവുമായി സമാധാനമുണ്ട് എന്ന് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു. ഒരു വ്യക്തി എന്ന നിലയിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഉണ്ടായിരിക്കേണ്ട ഏറ്റവും വലിയ ആവശ്യം ദൈവവുമായുള്ള സമാധാനമാണ്. നിങ്ങൾ പറയുന്നു, ശരി ബില്ലി, ഞാൻ ദൈവവുമായി യുദ്ധത്തിലല്ല. അതെ, നിങ്ങൾ അങ്ങനെയാണ്. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ബോധമില്ലായിരിക്കാം. നിങ്ങൾ അവനെതിരെ മത്സരിക്കുന്നതിനാൽ ദൈവം അതിനെ യുദ്ധം എന്ന് വിളിക്കുന്നു. നിങ്ങൾ അവന്റെ ഇഷ്ടം ചെയ്യുന്നില്ല. കർത്താവിനെ ഗുരുവും രക്ഷകനുമായി നിങ്ങൾ നിങ്ങളുടെ ജീവിതം അവൻ സമർപ്പിച്ചിട്ടില്ല. ഓ, നിങ്ങൾ ഒരു സഭയിലെ അംഗമാണ്. നിങ്ങൾ വളരെ മാന്യനായ ഒരു വ്യക്തിയാണ്. പക്ഷേ ബൈബിൾ പറയുന്നത് നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെപ്പോലും അറിയില്ല എന്നാണ്. നമ്മുടെ ഹൃദയങ്ങൾ വഞ്ചന നിറഞ്ഞതും അത്യന്തം ദുഷ്ടവുമാണ്. ദൈവം അതിനെ അങ്ങനെയാണ് കാണുന്നത്.